ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിൽ ഡെലിവറി ബാക്ക് പാക്കിങ്ങും പിന്നെ സിസ്റ്ററിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു 36 വീക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ലിസ്റ്റ് തരും. അതിൽ അവർ നമ്മളെ ഡെലിവറി സമയത്ത് അഡ്മിറ്റ് ആവുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ഡെലിവറി ബാഗ് പാക്ക് ചെയ്യുന്നത്. ബേബി ഡയപ്പർ വേണം, പിന്നെ ബോഡി ലോഷൻ, ജെൻറ്റിൽ വാഷ്, പിന്നെ ബേബി ഷാമ്പു, ക്രീം, വെറ്റ് വൈപ്സ്, ഇതൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതെല്ലാതും സെബാമെഡിൻ്റെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബേബിക്കുള്ള ഡ്രസ്സ് ഇതുപോലെ ഫുള്ളി കവർ ചെയ്യുന്ന ഡ്രസ്സാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് തന്നെയാണ് അവർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലാവുമ്പോൾ നമ്മളിങ്ങനെ ഫുള്ളി കവർ ചെയ്യുന്നതിലേറെ കൂടുതൽ നമ്മൾ മറ്റേ ഡ്രസ്സാണ് എടുത്തിട്ടുണ്ടാവുക, ജബല എന്ന് പറയുന്ന ആ ഒരു ഡ്രസ്സ്. പിന്നെ ഇവിടെ ഫുള്ള് ഈ ഡ്രസ്സാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ റിസീവിങ് ബ്ലാങ്കറ്റായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഇതുപോലെ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ ബേബീനെ കവർ ചെയ്യുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. കുറച്ചൊരു കട്ടിയുണ്ട്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഐറ്റംസൊക്കെ എല്ലാതും ജൂനിയേഴ്സിൻ്റെ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ജൂനിയേഴ്സിൻ്റെ നമ്മൾ ബേബി ഷോപ്പിൽ നിന്ന് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. ഇനി നമ്മൾ ബേബിക്ക് ആദ്യമായിട്ട് എടുക്കാനുള്ള ഡ്രസ്സ് ഇതുപോലെ ഒരു റിസീവിങ് ബ്ലാങ്കറ്റ്, ഒരു ഡ്രസ്സ്, ക്യാപ്പ്, മിറ്റൻസ്, ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ബേബി ഡെലിവറി കഴിഞ്ഞാൽ ആദ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ ഡെലിവറി ബാഗിൽ നമ്മുടെ നാട്ടിലത്തെ അത്ര തന്നെ ഐറ്റംസ് വേണ്ട കേട്ടോ. നാട്ടിൽ നമ്മൾ കുറേ കോട്ടൻ്റെ ക്ലോത്തും ഒക്കെ വെക്കുമല്ലോ, അതൊക്കെ റെഡിയാക്കി വെക്കുമല്ലോ. ഇവിടെ പിന്നെ ഫുള്ള് പമ്പേഴ്സാണ്, അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസൊന്നും വേണ്ട. പിന്നെ ഞാൻ 2 വർഷം മുന്നേ ഡെലിവറി ബാഗിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നാട്ടിലത്തെ. അപ്പോൾ അത്ര ഐറ്റംസൊന്നും ഇതിൽ വേണ്ട കേട്ടോ. പിന്നെ ഇതുപോലത്തെ നമ്മൾ സെറ്റുകൾ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിയപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. ഇതൊന്നും വാഷ് ചെയ്തിട്ടൊന്നുമില്ല. മറ്റേ ഡ്രസ്സുകളൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വാഷ് ചെയ്തിട്ട് അയൺ ചെയ്ത് മടക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ബേബിക്ക് വേണ്ട സാധനങ്ങൾ. ഇനി മദറിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ മദറിന് വേണ്ടതും അവർ ലിസ്റ്റ് തന്നിട്ടുണ്ടാവും കേട്ടോ. അതനുസരിച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്താൽ മതി. പിന്നെ നൈറ്റീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇന്നർ വിയേഴ്സ്, പിന്നെ തോർത്ത്, ഫേസ് ടവല്, അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അണ്ടർ സ്കേർട്ട് ജസ്റ്റ് വെറുതെ വെച്ചതാണ് കേട്ടോ, അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല. നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് അണ്ടർ സ്കേർട്ടൊക്കെ വേണമല്ലോ, അപ്പോൾ അത് വിചാരിച്ചിട്ട് വെറുതെ വെച്ചതാണ്. പിന്നെ സാനിറ്ററി പാഡ് ലാർജ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യം ശരിക്കും വന്നിട്ടില്ല കേട്ടോ. അവർ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടോയ്ലറ്ററീസ് ഐറ്റംസ്, പിന്നെ നമുക്ക് വേണ്ട പേഴ്സണലായിട്ട് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പാക്ക് ചെയ്യാം.
പിന്നെ നമ്മൾ കുഞ്ഞ് ജനിച്ചാൽ ആദ്യം സംസം കൊടുക്കുമല്ലോ ജസ്റ്റ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. പിന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ബേബി ബെഡും പിന്നെ ബേബി ക്യാരി ബാഗ് അത് രണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്, ബേബി ഹഗ്ഗിൻ്റെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ബേബി ബെഡൊന്നും നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ ബേബി ക്യാരി ബാഗ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ബേബിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നല്ല പ്രോഡക്റ്റാണ് കേട്ടോ, ബേബി ഹഗ്ഗിൻ്റെയാണ് കേട്ടോ വാങ്ങിച്ചത്. അങ്ങനെ കുട്ടി ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞു അൽഹംദുലില്ലാ. പിന്നെ അബുദാബി ബുർജിൽ ഹോസ്പിറ്റലിലായിരുന്നു. ബേബി ബോയ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് രാത്രിയാണ് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി. ഞാൻ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ ഡെലിവറി സമയത്തും നമുക്ക് ഇതുപോലത്തെ ഒരു റൂമായിട്ട് കിട്ടുക. പിന്നെ നമുക്ക് 2 പേർക്ക് ഒപ്പം നിൽക്കാം. അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് വേറെ റൂമൊക്കെ മാറ്റിയ റൂമാണ് കേട്ടത്. ഇത് 2ാമത്തെ റൂമാണ്. ഡെലിവറി റൂമും ഇതുപോലത്തെ ഒരു റൂം തന്നെയായിരുന്നു. റൂമിൽ മദറിന് കിടക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബെഡുണ്ട്. പിന്നെ ബേബിക്ക് വേറെ ബെഡുണ്ട്. പിന്നെ ഒപ്പമുള്ള ആളുകൾക്ക് കിടക്കാൻ ഇതാ വേറെ ഒരു ചെറിയ ബെഡ്, പിന്നെ ഒരു സെറ്റി, ഇതൊക്കെയാണ് കേട്ടോ റൂമിൽ. പിന്നെ ഫ്രിഡ്ജ്, TV അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ബാത്റൂം. പിന്നെ വലിയ വാർഡ്രോബും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട്. നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. പിന്നെ മദറിന് ഉള്ള ഫുഡ് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അത് എല്ലാതും അവർ ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡും അങ്ങനെ എല്ലാതും കുറേശ്ശേ ഉണ്ടാവും കേട്ടോ. റൈസും ഒക്കെ കുറേശ്ശേ ഉണ്ടാവുള്ളൂ. ഇതുപോലെയാണ് ഉണ്ടാവുക. സൂപ്പ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ബേബിനെ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ. പിന്നെ ഇത് അവർ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. മെയിനായിട്ടും ബേബിക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ്. പല ബ്രാൻഡിൻ്റെയും ഡയപ്പേഴ്സ്, വെറ്റ് വൈപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ ഉള്ളത്. ബംബിൻ്റെ ഡയപ്പേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് PGൻ്റെ ബ്രസ്റ്റ് പാഡാണ്. പിന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാനുള്ള ബാഗൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. ഇതൊന്നും ശരിക്കും നമുക്ക് ആവശ്യം വന്നിട്ടില്ല. ഇത് ജോൺസൻ്റെ പ്രൊഡക്റ്റുള്ള ഒരു കിറ്റാണ് കേട്ടോ. ഇതുപോലത്തെ 3 ബാഗുണ്ട്. ഇതിൽ വരുന്നത് ബേബി വൈപ്സ് ഉണ്ട്, പിന്നെ ബേബി ഷാംപൂ, ബേബി ലോഷൻ അതൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബേബി സ്ട്രോളറും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിലില്ലാത്തതുകൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പിന്നെ തരാമെന്ന് പറയാൻ ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്